ഇന്ന് ഇരുട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം വെളിച്ചത്ത് കൊണ്ടുവരും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഒരു സഭയ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം. ഇപ്പം നിങ്ങളെല്ലാവരും ഒരു സഭയിലെ അംഗമായിരിക്കും, ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും. പക്ഷെ എൻ്റെ ചോദ്യം, ഹൗ ഡു യു പ്രേ ഫോർ യുവർ ചർച്ച് ആൻഡ് വാട്ട് ഡു യു പ്രേ ഫോർ യുവർ ചർച്ച്? പലപ്പോഴും നമ്മളൊരു ഉഴപ്പം പ്രാർത്ഥന, ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു വലിയൊരു പദവിയുള്ളത്, ഈ പാസ്റ്റർമാർക്കൊരു പദവിയാണ്. എന്താണെന്നറിയാമോ? ഒന്നുമില്ലെങ്കിലും വിശ്വാസത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കൂട്ടത്തിൽ കർത്താവേ ഞങ്ങളുടെ ദൈവദാസന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ലിസ്റ്റിൽ ഞങ്ങൾ കൂടെ കയറിപ്പറ്റും. അതുകൊണ്ട് അതൊരു വലിയൊരു പദവിയായിട്ട്, ആ പ്രാർത്ഥനയ്ക്കായിട്ടെല്ലാം ഞങ്ങൾ നന്ദിയും പറയുന്നു. അപ്പം ഞങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കും. പിന്നെ അടുത്തത് എന്താ? ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണം, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, അതും പ്രാർത്ഥിക്കും. അടുത്തത് ഞങ്ങളുടെ സഭയെ എവിടെ കിടന്ന് അനുഗ്രഹിച്ച് വളർത്തി വലുതാകണമേ, അതും പ്രാർത്ഥിക്കും, അല്ലേ? പക്ഷേ ദർ ആർ സർട്ടൻ ടാർഗറ്റഡ് പ്രേയേഴ്സ് ഫോർ ദ ചർച്ച്. അതായത് ശരിക്കും നമ്മൾ ഉന്നം വെച്ച് തന്നെ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കണം. അതിന്ന് ഞാൻ ചില വിഷയങ്ങളല്ല, ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പറയാൻ പോവാം. ഇന്ന് വരെ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതെൻ്റെ അഹങ്കാരമായിരിക്കും. എൻ്റെ ചിന്ത, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷേ പൗലോസ് പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങളോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വെപ്രാളം, ഒന്ന് പത്രോസേ ഒന്ന് പ്രാർത്ഥിക്കടാ, അയ്യോ എനിക്കങ്ങ് സമയാവും തോറും എനിക്കങ്ങ് വെപ്രാളം. അങ്ങനല്ല, എൻ്റെ പ്രാണൻ അതിവേദനയിൽ മരണവെപ്രാളമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, അങ്ങനെ. പക്ഷേ നമ്മളൊരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാൻ അല്പം സ്വാർത്ഥമായി തന്നെ പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രേ ഫോർ യുവർ പാസ്റ്റേഴ്സ്. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോവും. അതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്നവരും ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്നവരും ദയവായി മേക്ക് ഇറ്റ് എ പോയിൻറ്റ് ടു പ്രേ ഫോർ യുവർ പാസ്റ്റർ. നിങ്ങളുടെ ഇടയന് വേണ്ടി, നിങ്ങളുടെ ശുശ്രൂഷന് വേണ്ടി, നിങ്ങളെ നയിക്കുന്ന ദൈവമനുഷ്യർക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവവചനപ്രകാരം അവർക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പാസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 1-2 വാക്യം. 2 Corinthians chapter 4 verse 1 and 2. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1-2 വാക്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ, ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. അതിൻ്റെ അർത്ഥം, ഏത് പാസ്റ്റർക്കും ഒരു ശുശ്രൂഷ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടിയതാ? കരുണ. ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചിട്ട് ലഭിച്ച ശുശ്രൂഷയായിരിക്കണം. പക്ഷെ ഇന്ന് പല പാസ്റ്റർമാരും അങ്ങനെയല്ല. ദൈവത്തിൽ നിന്നുള്ള കരുണ ലഭിച്ചിട്ടാണോ സംശയമുണ്ട്. പല കാരണങ്ങളാണ് ഒരു സഭ തുടങ്ങാനും, അല്ലേ, ഒരു ശുശ്രൂഷ തുടങ്ങാനൊക്കെ കാരണം. പക്ഷെ അങ്ങനെയല്ല, ദൈവത്തിൽ നിന്നൊരു കരുണ ലഭിച്ചിട്ടാണ് ഒരു ശുശ്രൂഷകനായിട്ടൊരു സഭയിൽ നിൽക്കുന്നത്. അത് മനുഷ്യരുടെ കരുണയാലല്ല, ആദ്യം ദൈവത്തിൻ്റെ കരുണയാണ്. ശരി, അങ്ങനെ ശുശ്രൂഷ ലഭിച്ചിരിക്കയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ അതിൻ്റെ അർത്ഥം എന്താ? പാസ്റ്റർമാർക്ക് ഒത്തിരി അധൈര്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമോ, പാസ്റ്റേഴ്സ് ക്യാൻ ഗെറ്റ് ഡിപ്രസ്ഡ്. ഞാനെപ്പോഴും പറയുന്നൊരു കഥയുണ്ട്. എന്താണ്? ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം ചർച്ചയിൽ വരുന്ന പാസ്റ്റർമാരുണ്ട്. വേറെ വഴിയില്ല, ഞായറാഴ്ച ആയിപ്പോയില്ലേ. എപ്പോഴും പറഞ്ഞൊരു കഥ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഒരു ചെറുക്കൻ, വലിയ ചെറുക്കനാട്ടോ, വീട്ടിൽ ഞായറാഴ്ച ഒരു വ്യക്തി ഇവൻ ഉറക്കം എണീക്കത്തില്ല. അമ്മ വന്നിടാ, ഞായറാഴ്ചയുടെ പള്ളിയിൽ പോകണം, എഴുന്നേക്കടാ എന്ന് പറഞ്ഞൊരു മൊന്ത വെള്ളം കൊണ്ട് മോന്തയെ കൊടുത്ത് കളിച്ച് അവൻ പുതപ്പ് വലിച്ച് കയറ്റി പിന്നെയും ഉറങ്ങുക. എടാ, ഞായറാഴ്ചയുടെ പള്ളിയിൽ പോകണം, എഴുന്നേക്കടാ. അപ്പോൾ അവൻ ആ പുതപ്പിനകത്ത് കിടന്നു ചോദിക്കുന്നത്, ഞാൻ പള്ളിയിൽ പോകേണ്ടതിന് 2 കാരണം പറഞ്ഞു. ഗിവ് മി 2 reasons why I should go to church. അമ്മ പറഞ്ഞു, ടുഡേ ഈസ് സൺഡേ, ഇന്ന് ഞായറാഴ്ചയാണ്. ഓക്കെ, നെക്സ്റ്റ്, യു ആർ ദ പാസ്റ്റർ.
എൻ്റെ മോന്തയെ വെള്ളം ഒഴിച്ചൊന്നുമില്ല ആരും ഇങ്ങോട്ട് ഉണർത്തിന്ന് വിട്ടത് കേട്ടോ. ഞാൻ സത്യം പറയാം, ഐ ലുക്ക് ഫോർവേഡ് ഫോർ എ സൺഡേ. കാര്യം എൻ്റെ കുടുംബമായത്. ഞാൻ പണ്ടൊരിക്കൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞതിന് എനിക്ക് ഒരടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുക, ഒരു 10 വർഷത്തിന് ശേഷം. എൻ്റെ അമ്മമാരിവിടെയുണ്ട്, എൻ്റെ അപ്പന്മാരിവിടെയുണ്ട്, എൻ്റെ മൂത്ത സഹോദരന്മാരും ഉണ്ട്, എൻ്റെ ഇളയ സഹോദരന്മാരും ഉണ്ട്, എൻ്റെ മക്കളുമുണ്ട്, ഇപ്പം കൊച്ചുമക്കളും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ദൈവസഭ ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് വരാൻ ഞാനൊക്കെ കാത്താണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ശരി. അപ്പം അധൈര്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഡിസ്കറേജ്ഡ്, ഡിപ്രസ്ഡ്, ഫ്രസ്ട്രേറ്റഡ് അല്ലേ, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം അധൈര്യപ്പെടാതെ, അടുത്തത് ലജ്ജാകരമായ രഹസ്യം, അത് പുറത്ത് പറയാൻ കൊള്ളാത്ത, അല്ലെങ്കിൽ നാളെ ആരെങ്കിലും അറിഞ്ഞാൽ അയ്യേ എന്ന് പറയാത്തക്കവണ്ണമുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ, അതായത് ഒരു കാരണവശാലും ഒരു തന്ത്രവും, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉടായ്പും കാണിക്കാതെ ഞങ്ങൾ ശുശ്രൂഷിക്കണം. അടുത്തത് ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ, ഒരു കാരണവശാലും ഈ എഴുതപ്പെട്ട ദൈവവചനത്തോട് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ സത്യം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സത്യം വെളിപ്പെടുത്തണം. യു ഹാവ് ടു പ്രൊക്ലെയിം, യു ഹാവ് ടു റിവീൽ ദ ട്രൂത്ത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഇതൊരു മർമ്മമാണെന്നുള്ള വേറൊരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ സത്യം വെളിപ്പെടുത്തണം. ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ഉണ്ടോ? അപ്പം പാസ്റ്റർമാരുടെ അടുത്തൊരു കാര്യം, ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ഒരു ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു ശുശ്രൂഷകന് ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ. 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫറായി വരുന്ന ശുശ്രൂഷകരല്ല ഇവിടെ ഉള്ളത്. അങ്ങനെ സത്യം പറഞ്ഞാൽ വരുന്നവരുണ്ട്, അങ്ങനെയുള്ള സഭകളുണ്ട്. ഞാനതിന് എതിരും ഒന്നും ഞാൻ പറയുന്നില്ല. വേറെ ചിലരുണ്ട്, ജസ്റ്റ് അതിന് ബൈബിളിൽ തന്നെ പറയുന്നൊരു പേരുണ്ട്, കൂലിക്കാർ അല്ലേ. ആട്ടിടയന്മാരുമുണ്ട്, കൂലിക്കാരുമുണ്ട്. പക്ഷേ ചെന്നായി വരുമ്പോൾ ആദ്യം ഓടുന്ന ആരാ? കൂലിക്കാർ ഓടിപ്പോവും. പക്ഷേ ഇന്നത്തെ പ്രശ്നം ഈ കൂലിക്കാരെ മതി, അതാണ് വേറൊരു പ്രശ്നം അല്ലേ. ഈ പറഞ്ഞ പോലെ ഇടയന്മാരെ പലപ്പോഴും വേണ്ട. പക്ഷേ ഇന്നത്തെ പ്രശ്നം കൂലിക്കാരുടെ എണ്ണം പെരുകുന്നു, ഇടയന്മാരുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നു. അടുത്തത് 1 കൊരിന്ത്യർ 4-ാം അധ്യായം, വീണ്ടും 4-ാം അധ്യായം തന്നെയാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ 5 വരെയെങ്കിലും വായിച്ചേ. 1 Corinthians chapter 4 verses 1 to 5. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാർ, കണ്ടോ, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാർ. ഓർത്താണ്, ശുശ്രൂഷക്കാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദൈവദാസൻ എന്നല്ലേ പലപ്പോഴും പാസ്റ്റർമാരെ വിളിക്കുന്നത്, ദൈവദാസൻ. പക്ഷേ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ ദാസനാണെങ്കിൽ അവിടെ ശുശ്രൂഷക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ സ്ലേവ് എന്നൊരർത്ഥമാണ്. പക്ഷേ സ്ലേവ് എന്ന് പറയുമ്പം ഈ ബോൺ സ്ലേവ് എന്നുള്ള ഏറ്റവും താണ സ്ലേവ് അല്ല, അണ്ടർ റോവേഴ്സ് എന്നുള്ള വാക്കാണ്. ഒരു കപ്പൽ ഓടിക്കുമ്പം ആ കപ്പിത്താൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് കപ്പലിനെ റോ ചെയ്യുന്ന റോവേഴ്സ് ഉണ്ട്, അവർ അണ്ടർ താഴെയായിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ എഞ്ചിനൊന്നും ഒന്നില്ല. അന്ന് ഇവർ കുറേ പേരെന്ത് ചെയ്യും, അടിമകളെ വെച്ചിരുന്നേയും അവരിങ്ങനെ റോ ചെയ്ത് തുഴഞ്ഞാണ് ഇത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കപ്പിത്താൻ്റെ കീഴിൽ ഈ പറഞ്ഞ തുഴച്ചിലുകാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശുശ്രൂഷക്കാർ. അപ്പം ദൈവമാണ്, ക്രിസ്തുവാണ് സഭയുടെ നാഥനെങ്കിൽ ആ ക്രിസ്തു സഭയെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള തൻ്റെ ഉദ്ദേശപ്രകാരം ആ ക്രിസ്തുവിന് കീഴിൽ തുഴയുന്നവരാണ് ഈ ശുശ്രൂഷകർ. ഞങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാർ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും. അടുത്തത് ദൈവമർമ്മങ്ങൾ. ദർ ആർ മിസ്റ്ററീസ് ഓഫ് ഗോഡ്. ദൈവം എല്ലാവർക്കും അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല അല്ല. ദൈവം ചിലത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യണം? അതിൻ്റെ സ്റ്റുവേർഡ്സ്, അതിൻ്റെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. നല്ലവണ്ണം ഓർക്കണം, ഞങ്ങൾ സെർവൻസാണ്. ആരുടെ സെർവൻസ്? ക്രിസ്തുവിൻ്റെ. ഇതേ പൗലോസ് കുറച്ച് താഴെ വരുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെയും സെർവൻസ് ആണെന്ന്. അവിടെയാണ് ചെറിയൊരു പ്രശ്നം. ഒത്തിരി പാസ്റ്റർമാർക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്
ഞങ്ങളുടെ എന്തോ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ വിലേറിയ ദാസൻ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരാ? അല്ലേ? വിലേറിയ കർത്താവിൻ്റെ എളിയ ദാസനായിരിക്കണം. പക്ഷേ ഇന്ന് പല ദാസന്മാരെയും കണ്ട എളിയ കർത്താവിൻ്റെ വിലേറിയ ദാസൻ. അങ്ങനല്ല, നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരുമാണ്, അതേസമയത്ത് നിങ്ങളുടെയും ദാസന്മാരാണ്. ഈ ഒരു വാക്യം പണ്ടിരിക്കും ഞാൻ വായിച്ചപ്പോൾ ഒരു മാസം എന്നോട് പറയും, അവന്മാരെയൊന്നും ദാസനൊന്നും അല്ല ഞാൻ. അങ്ങനെ പാസ്റ്ററൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായി, കുഴപ്പം. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരാണ്, അവൻ്റെ ഒന്നും ചിലവിലല്ല നമ്മൾ കഴിയുന്നത്. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാനത് വായിക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരുമാണ്. നമ്മൾ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആടുകൾ നാം, മനുഷ്യരുടെ പാസ്റ്ററിൻ്റെ ആടുകളല്ല, ദൈവത്തിൻ്റെ ആടുകളാണ്. ഇവിടേക്ക് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആടുകളാണ്, അല്ലേ? ഈ ആട്ടിൻകൂട്ടത്തെ അവരെ നോക്കാൻ വേണ്ടി ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ കണക്കൊരു ദിവസം ദൈവം ചോദിക്കും. അന്ന് ദൈവസന്നിധിയിൽ പോയി കണക്ക് കൊടുക്കണം. ആര് കൊടുക്കണം? ഇടയൻ കൊടുക്കണം, കൂലിക്കാരൻ കൊടുക്കണ്ട. ഇടയൻ കണക്ക് കൊടുത്തേ പറ്റൂ. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങളൊന്നും നിങ്ങളുടെ പാസ്റ്ററിൻ്റെ കണക്ക് കൊടുക്കണ്ട, പക്ഷേ പാസ്റ്റർക്ക് നിങ്ങളുടെ കണക്ക് കൊടുക്കണം. എത്ര പേർക്ക് അത് മനസ്സിലായി? നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി? ആ ഒരു ബോധ്യമില്ലാതെയാണെന്ന് പല സഭകളിലും ഓരോരുത്തരോട് പെരുമാറുന്നത്. ഇത് ഞാൻ വളരെ ഗൗരവത്തോടെ പറയുക, പാസ്റ്റർമാരുടെ ജോലി ചെറിയൊരു ജോലി അല്ല പ്രിയപ്പെട്ടു. ഞാൻ ഈ പ്രസംഗം ഇതിനു മുമ്പ് ഒരിക്കലും സഭയെ പ്രസംഗിച്ചിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ലല്ലേ? അപ്പം ഇന്ന് കേട്ടോ, അല്ലേ? പാസ്റ്റർമാർക്ക് ജോലി, അവർ ദൈവത്തിൻ്റെ ആടുകളുടെ മേൽ അധ്യക്ഷരാക്കി ദൈവം വെച്ചെങ്കിൽ ആടുകളുടെ കണക്ക് ദൈവസന്നിധിയിൽ ഒരു ദിവസം കൊണ്ട് കൊടുക്കണം. അത് ചെറിയ കാര്യമല്ല, അല്ലേ? അങ്ങനെ ഗ്രഹവിചാരകന്മാരാണ് അവർ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരാണ്. അടുത്ത വാക്യം, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. നേരത്തെ നമ്മൾ കേട്ടു, വിശ്വസ്തതയാണ് അവരുടെ മുഖമുദ്ര. ദേ ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ. കാര്യം ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലെ സകല കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇവർ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. എങ്കിലേ ആ താക്കോല്, ആ സ്റ്റോർ റൂമിൻ്റെ താക്കോല് നമ്മൾ ആരെ ഏൽപ്പിക്കും? വിശ്വസിക്കുന്നവരെ ഏൽപ്പിക്കത്തുള്ളൂ, അല്ലേ? വിശ്വാസമുള്ള മരുമോളുടെ കയ്യിലെ അമ്മായിമ്മ അവസാനം താക്കോല് കൊടുക്കത്തുള്ളൂ. അത് വരെ താണ്ട് ഇങ്ങനെ ചുരുക്കിക്കൊണ്ട് കിടക്കും എന്ന് പറയുന്ന പോലെ ഈ ദൈവഗ്രഹത്തിൻ്റെ, അല്ലേ, അവിടുത്തെ വിചാരകന്മാരിൽ വിശ്വസ്തരായിരിക്കുന്നവരുടെ കയ്യിലേ കൊടുക്കത്തുള്ളൂ. ഇന്ന് പാസ്റ്റേഴ്സിനോട് എല്ലാവരോടും ഞാൻ പറയും, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പാസ്റ്റേഴ്സ്, നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ദൈവം അധികം ഏൽപ്പിക്കും. നിങ്ങൾ വിശ്വസ്തരല്ലയോ, നിങ്ങളുടെ കയ്യിലുള്ളതും കൂടെ പോവും, അതാ ഉറപ്പ്. ശരി, അടുത്തത്. അപ്പം വിശ്വസ്തതയാണ് പാസ്റ്ററിൻ്റെ മുഖമുദ്ര. അടുത്തത്, നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. മനുഷ്യർ വിസ്തരിക്കുന്ന വിസ്താരം, അങ്ങനെയുള്ളൊരു വിസ്താരത്തിൽ വെച്ച് നിങ്ങൾ എന്നെ വിസ്തരിച്ചാൽ എനിക്കത് വലിയ കാര്യമേ അല്ല എന്നാണ് ഇവിടെ പൗലോസിൻ്റെ ചില പ്രാഗൽഭ്യം ചില കട്ടിയാണ്. നിങ്ങൾ ഈ മനുഷ്യർ വിസ്തരിക്കുന്ന വിസ്താരത്തിലൊക്കെ വെച്ച് എന്നെ വിസ്തരിച്ചാൽ എനിക്കൊന്നുമല്ല, എനിക്കൊന്നുമില്ല എന്നാ പറയുന്നത്. എന്നിട്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് വിധിക്കുന്നുമില്ല. അടുത്തത്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. അതാണ് പ്രശ്നം. ഞാനിനി ഒരു പക്ഷേ ഞാനങ്ങ് ചിന്തിച്ച് നോക്കിയിട്ട്, എന്നെ ഒന്ന് വിധിച്ചു നോക്കിയിട്ട് എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല, ഞാൻ ആലോചിച്ചിട്ട് ഒരു കുറ്റവും എന്നെപ്പറ്റി എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ നീതിമാനാവത്തില്ല. കണ്ടോ അവിടെ പൗലോസിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് എത്ര കനവുള്ള കാര്യങ്ങളാണ് പറയുന്നറിയോ? അടുത്ത വാക്യം, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു, ആകയാൽ കർത്താവ് വരുവോളം. എന്നെ വിധിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താ? നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു നാൾ പോയി നിൽക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം ഞാനും ഒരു ദിവസം വിധിക്കപ്പെടേണ്ടതിന് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം. അപ്പം എന്നെ എന്ത് ചെയ്യും? കർത്താവ് വിധിക്കും, അല്ലെങ്കിൽ കർത്താവ് വരുവോളം ഒന്ന് ക്ഷമിക്കുക, അല്ലേ? ക്ഷമിക്കുക. അപ്പം ഇന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് വിധി പാസ്സാക്കണം, അല്ലേ? പക്ഷെ പൗലോസ് പറയാം, ഒന്ന് അടങ്ങ്, കർത്താവ് എന്തായാലും ഒരു ദിവസം വിധിക്കും. ഓക്കെ, അടുത്തത്, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. ദയവ് ചെയ്ത് ഒരു വിധിയും ഈ കർത്താവ് വരുന്നതിന് മുമ്പ് കയറി വിധിച്ചു കളയരുത്. ഇതാണ് പൗലോസ് പറയുന്നത്. ദയവ് ചെയ്ത് കർത്താവ് വരുന്നതിന് മുമ്പ് കയറി വിധിച്ചു കളയരുത്, അല്ലേ? ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്, പ്രത്യേകിച്ച് യേശുവാണ് പറഞ്ഞത്, ജഡ്ജ് നോട്ട്. എന്താണ്? വിധിക്കരുത്. എന്തുകൊണ്ട്? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെയും വിധിക്കരുത്.
ഇന്നത്തെ പ്രശ്നം, നമ്മളെല്ലാം കയറി ആ ന്യായാധിപൻ്റെ ആ കസേര കയറി അങ്ങ് ഇരുന്നിട്ട് നമ്മളങ്ങ് വീതി പ്രസ്താവിച്ച് അങ്ങ് തള്ളുക അല്ലേ. നമ്മൾ ഓരോ ദിവസവും എന്തുമാത്രം വിധിച്ച് തള്ളുന്നത്. പ്രത്യേകിച്ച് വന്ന് സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കി എന്തുമാത്രമാണ് വിധിച്ച് തള്ളുന്നത്. എല്ലാ പാസ്റ്റർമാരെയും, എല്ലാ ദേവദാസന്മാരെയും, എല്ലാ സഭകളെയും, എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് വിധിച്ച് അങ്ങ് തള്ളുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് വിധി പാസ്സാക്കും, നിങ്ങളതിൻ്റെ താഴെ ഓരോ ലൈക്ക് അടിക്കുമ്പോഴെന്താണ് ആ വിധിയുടെ താഴെ നിങ്ങളൊരു ഒപ്പിടുക, നിങ്ങളും എൻഡോഴ്സ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കരുത്. അടുത്തത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. കണ്ടോ, ഒരു ദിവസം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എന്താ പറഞ്ഞത്? ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും. ഇന്ന് ഇരുട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം വെളിച്ചത്ത് കൊണ്ടുവരും. എത്ര പേരെ അത് വിശ്വസിക്കുന്നു? വാട്ട് ഡു വി ഡു ഇൻ ദ ഡാർക്ക്? എ ഡേ വിൽ കം, ഇറ്റ് വിൽ ബി ബ്രോട്ട് ടു ലൈറ്റ്. വെളിച്ചത്ത് കൊണ്ടുവരും. അടുത്തത്, അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. അന്നാണ് നമുക്ക് പുകഴ്ച. പുറത്ത് കൊണ്ടുവരുമ്പം അന്ന് ലജ്ജിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കൂട്ടരുണ്ട് അല്ലേ, ലജ്ജയ്ക്കായിട്ടെന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് അവിടെ ചെന്ന് കുനിഞ്ഞിങ്ങനെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്, പുകഴ്ച ലഭിക്കും. എന്താണ് പുകഴ്ച? ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കും. ആ വിളി കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളുടെ ഒടുവിൽ ഒരു ദിവസം നമ്മുടെ ചുമൽ തട്ടിയിട്ട് നല്ല ദാസനെ, വിശ്വസ്തനായവനെ എന്നൊരു വിളി നമുക്കൊന്ന് കേൾക്കണം. അപ്പം ഇനി നമ്മൾ പാസ്റ്റർ ഇത്രയും വാക്യം നിങ്ങളുടെ ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചേക്കാം. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 13-ാം വാക്യം. എക്സഡസ് ചാപ്റ്റർ 33 വേഴ്സ് 13. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 13-ാം വാക്യം. അതിന് അവൻ അവനോട്, കുട്ടികൾ നന്നാ ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലും. എക്സഡസ്, ഞാൻ ഉൽപ്പത്തി എന്നാണോ പറഞ്ഞേ? അതിനായിട്ട് നിങ്ങൾ പാസ്റ്ററിൻ്റെ ഓർമ്മശക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എക്സഡസ്, പുറപ്പാട് പുസ്തകം 33:13. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അപ്പം അവിടെ മോശ പ്രാർത്ഥിക്കുക, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അപ്പം ദൈവത്തോട് വഴി ചോദിക്കണം. അടുത്തത്, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അടുത്തത്, വഴി മാത്രമല്ല, എനിക്ക് നിന്നെ അറിയണം. കണ്ടോ അതിൻ്റെ വ്യത്യാസം? കണ്ടോ, ഷോ മീ യുവർ വേസ് എന്നുള്ളത് ഒന്ന്, ബട്ട് മേ ഐ നോ യു, ക്യാൻ ഐ നോ യു പ്ലീസ്. എന്നിട്ട് ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. ഈ വലിയ ജാതി അല്ലേ, ഈ വലിയ ജാതിയെ നയിച്ചു കൊണ്ടുവന്ന ലീഡർ പറയുക, എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി, ഞാൻ എങ്ങനെ അവരെ കൊണ്ടുപോകേണ്ടത്. അടുത്തത്, ഇവരെ കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് നിന്നെ ഒന്ന് അറിയണം അല്ലേ. ഒരു പാസ്റ്ററിൻ്റെ പ്രാർത്ഥന അതായിരിക്കണം അല്ലേ. ഒരു പാസ്റ്റർക്ക് വേണ്ടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസും ലീഡർഷിപ്പ് സ്കിൽസും മാത്രമല്ല, അതിലൂടെ അതായത് ഇവരെ ലീഡ് ചെയ്യണമെങ്കിൽ, ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി സ്കിൽസ് വേണം അല്ലേ. അതിന് ദൈവം കൃപ കൊടുക്കണം. പക്ഷേ അതിനെക്കാട്ടിലും ഇത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഈ പാസ്റ്റർ നല്ലൊരു ലീഡറായിട്ടല്ല വളരുന്നത്, താൻ കർത്താവിനോടുള്ള ബന്ധത്തിൽ വളരുകയാണ്. എത്ര പേർക്കത് മനസ്സിലായി? The more the leader, the more the pastor grows in the Lord, he will become a better leader or a better pastor. കർത്താവിനെ അറിയാത്ത, അല്ലെങ്കിൽ കർത്താവിനെ അധികം അറിയാത്ത, അടുത്തറിയാത്ത ഒരു പാസ്റ്ററാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് അത്രയ്ക്ക് കാണത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ ഇനിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. എന്താണ് പ്രാർത്ഥന? നമ്മൾ ഓരോ വിഷയം പ്രാർത്ഥിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഫോർ ദ പാസ്റ്റർ വാട്ട് ആർ വി ഗോയിങ് ടു പ്രേ? ഇങ്ങനെ പ്രാർത്ഥിക്കാം, ലോർഡ് വി ലിഫ്റ്റ് അവർ പാസ്റ്റർ ഓർ പാസ്റ്റേഴ്സ് ടു യു. ഞങ്ങളുടെ പാസ്റ്ററെ അല്ല ഞങ്ങളുടെ പാസ്റ്റർമാരെ ഞങ്ങളിതാ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്താണ്? താങ്ക് യു ഫോർ ഹിസ് സെർവൻസ് ഹാർട്ട്. തനിക്ക് കൊടുത്ത കർത്താവെ ആ ഒരു ദാസ മനോഭാവത്തിനായിട്ട് സ്തോത്രം. ഇന്നത്തെ പാസ്റ്റർമാരൊക്കെ ദാസന്മാരാണോ? ഇന്നത്തെ പാസ്റ്റർമാരൊക്കെ പ്രൈവറ്റ് ജെറ്റ്സിലൊക്കെ പറക്കുന്ന, റോൾസ് റോയ്സിലൊക്കെ വരുന്ന പാസ്റ്റർമാരും ഒക്കെ ഉണ്ട്. അതിനായിട്ട് സ്തോത്രം. പക്ഷേ എന്തോതി കയറി വന്നാലും ഒരു ദാസൻ്റെ മനോഭാവം ഉണ്ടായിരിക്കണം അല്ലേ. അടുത്തത്, കീപ് ഹിം ഫ്രം ലൂസിങ് ഹാർട്ട് വെൻ മിനിസ്ട്രി ഗെറ്റ്സ് ടഫ്.
പലപ്പോഴും അധൈര്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷകൾ വലിയ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വരുമ്പം. ശുശ്രൂഷയായ തീർച്ചയായിട്ടും പ്രതിബന്ധങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും ഒരു സഭാപരിപാലനത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അല്ലേ? ഇന്ന് രാവിലെ ഇവിടെ ശുശ്രൂഷ ദേവദാസൻ ഒരു വചനം സംസാരിച്ചു. എന്തായിരുന്നു? ക്ഷാമം വന്നപ്പോൾ ഇസാക്കിനോട് പ്രത്യേകിച്ച് ദൈവം പറഞ്ഞു, ഇവിടം വിട്ട് പോരുത്, ഇവിടെ മിസ്രൈമിലോട്ട് പോകരുത്, ഇവിടെ തന്നെ വിതയ്ക്കണം, ഇവിടെ തന്നെ നീ 100 മേനി കൊയ്യും അല്ലേ? അപ്പം നമ്മൾ ഈ ക്ഷാമം വരുമ്പം നമ്മൾ അയ്യോ ഇനി ഭക്ഷണമില്ല, അയ്യോ ഇനി പൈസയില്ല, ഇനി അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളതുള്ളിടത്തേക്ക് നമ്മൾ പോകുന്നത്. അപ്പം ഇന്ന് രാവിലത്തെ ആ വചനത്തിലൂടെ ദൈവം എന്നോട് വളരെ വ്യക്തമായി സംസാരിച്ചു. ഞാനത് പരസ്യമായിട്ടിപ്പം പറയുന്നില്ല, വ്യക്തമായിട്ട് സംസാരിച്ചു. എനിക്കത് വളരെ സന്തോഷം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരാ താങ്ക് യു, ബിക്കോസ് ദ ലോർഡ് സ്പോക്ക് ടു മീ വെരി പേഴ്സണലി ത്രൂ യു. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായ ഒരു വിഷയം സംസാരിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം പലപ്പോഴും ശുശ്രൂഷയിൽ വളരെ ഇറ്റ് മേ ഗെറ്റ് ടഫ്, പക്ഷെ അപ്പോഴും ലെറ്റ് ഹിം നോട്ട് ലൂസ് ഹാർട്ട്. അദ്ദേഹം അധൈര്യപ്പെട്ടു പോരുത്, പതറിപ്പോരുത്, നിരാശപ്പെട്ടു പോരുത്. അടുത്തത്, ടീച്ച് ഹിം യുവർ വേസ് സോ ദാറ്റ് ഹീ നോസ് യു ആൻഡ് ഫൈൻഡ്സ് ഫേവർ വിത്ത് യു ആസ് ഹീ ലീഡ്സ് അസ്. സഭ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവെ, ഞങ്ങളുടെ ഇടയന്മാർ കർത്താവെ നിന്നെ അധികം അറിയട്ടെ. അങ്ങയോട് പ്രസാദം അവർക്ക് ലഭിക്കുമ്പം അവരാ പ്രസാദത്തിൽ ഞങ്ങളെ നയിക്കും അല്ലേ? കൃപയുള്ള ദൈവവും നമ്മൾ പറയും, പക്ഷേ പലപ്പോഴും പാസ്റ്റർമാർക്ക് കൃപയില്ല. ദൈവം കൃപ കാണിക്കുമെന്ന് നമ്മൾ പ്രസംഗിക്കും, പക്ഷേ പലപ്പോഴും പാസ്റ്റർമാർക്ക് കൃപ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം അതുപോലുള്ള ടെൻഷനാണ് അവർക്ക് വരുന്നത്. പക്ഷെ അവിടെയും ധാരാളം കൃപ കാണിക്കുന്ന ദൈവദാസന്മാരെയാണ് ഇന്ന് സഭകൾക്ക് ആവശ്യം, പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥന എന്തായിരിക്കണം? കീപ് ഹിം ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ബിഫോർ യു. എന്താണ്? എപ്പോഴും നിൻ്റെ മുമ്പിൽ കർത്താവെ തുറന്ന ഹൃദയത്തോടെ ഇരിക്കുവാനും ആൻഡ് ലെറ്റ് ഹിം റെപ്രസെൻറ്റ് ദ ട്രൂത്ത് പ്ലെയിൻലി. ഈ സത്യത്തെ കർത്താവെ ഒട്ടും കൂട്ടിച്ചേർക്കാതെ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നവരാക്കി ഞങ്ങളുടെ പാസ്റ്റർമാരെ തീർക്കണമേ. ഇത്രയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? കേട്ടപ്പോൾ നല്ല ഒരു ഓളത്തിനങ്ങ് എല്ലാവരും ഇരുന്ന് കേട്ടു. പക്ഷെ അവസാനം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പം ഇതാണ് നമ്മുടെ പ്രശ്നം. എന്താ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്? വാട്ട് ആർ വി ഗോയിങ് ടു പ്രേ? കർത്താവെ, ഞങ്ങളുടെ പാസ്റ്റർക്ക് ഒരു ഇടയൻ്റെ ഹൃദയം കൊടുക്കണമേ. കർത്താവെ, ശുശ്രൂഷയിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഹൃദയം അധൈര്യപ്പെട്ടു പോകാതെ കാത്തുകൊള്ളണമേ. കർത്താവെ, അങ്ങേൽപ്പിച്ച ശുശ്രൂഷകൾ കർത്താവെ, ദൈവിക മർമ്മങ്ങൾ, അതിന് നല്ല കാര്യവിചാരകനായി കർത്താവെ അങ്ങേ അധികം അറിയുവാനും കർത്താവെ അങ്ങയുടെ വഴി അറിഞ്ഞ് ഞങ്ങളെ നയിക്കുവാനും കർത്താവെ എപ്പോഴും അങ്ങയുടെ വചനം ഒട്ടും കൂട്ടിച്ചേർക്കാതെ കർത്താവെ വെളിപ്പെടുത്തി തരുന്നവനുമാക്കി ഞങ്ങളുടെ പാസ്റ്റർമാരെ തീർക്കണമേ. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും? ദിസ് ഇസ് ദ പ്രേയർ വിച്ച് വി നീഡ് ടു പ്രേ ഫോർ അവർ പാസ്റ്റേഴ്സ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേക്കാമോ? എല്ലാം കൂടെ അവസാനം ഈ പരീക്ഷയുടെ തലേന്നെല്ലാം കൂടെ പഠിച്ചാൽ ശരിയാകത്തില്ല. നമുക്ക് അപ്പോഴുള്ള പാഠം നമുക്ക് തീർത്തങ്ങ് പോകാം. ഓക്കെ, ഈ പ്രാർത്ഥന ഇപ്പം പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകാം. ഓക്കെ, എല്ലാവരും കണ്ണടച്ചാട്ട് ഒരു നിമിഷം. ഞങ്ങളെ കേൾക്കുന്ന ഓൺലൈനിൽ കേൾക്കുന്നവരും നിങ്ങൾ എവിടെയായിരിക്കും നിങ്ങളുടെ പാസ്റ്റർമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പറഞ്ഞത്. ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് പ്രേയർ ദാറ്റ് എവറി ചർച്ച് ഷുഡ് പ്രേ ഫോർ ഇറ്റ്സ് പാസ്റ്റേഴ്സ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് എല്ലാ ഇടയന്മാർക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവസഭയിലെ ഇടയന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ, ഒരു കർത്താവിൻ്റെ ദാസ മനോഭാവം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, അതേസമയം അവർ ശുശ്രൂഷിക്കുന്ന ജനത്തിൻ്റെയും ദാസന്മാർ തന്നെയാണ്. കർത്താവെ, ശുശ്രൂഷയിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ നിരാശപ്പെട്ടു പോകാനോ അധൈര്യപ്പെട്ടു പോകാനോ ഇടയാകരുതേ. കർത്താവെ, അവരെ ഏൽപ്പിച്ച സകല കാര്യങ്ങളിലും വിശ്വസ്ത ഗ്രഹവിചാരന്മാരായിരിക്കുവാൻ നീ അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ വഴികളെ നീ അവർക്ക് കാട്ടിക്കൊടുക്കണമേ. അതിലൂടെ അവർ അങ്ങേ അറിയട്ട് കർത്താവെ. എത്രയും അങ്ങേ അടുത്തറിയുന്നുവോ അത്രത്തോളം ആ സഭയെ അങ്ങയുടെ വഴിയിൽ നടത്തുവാൻ അവർക്ക് കഴിയുമല്ലോ. അങ്ങയുടെ മുമ്പിൽ എപ്പോഴും തുറന്ന ഹൃദയത്തോടെ ഇരുന്ന് ദൈവവചന മർമ്മങ്ങളെ കർത്താവെ, അത് കർത്താവെ ഒട്ടും മറച്ചു വയ്ക്കാതെ വിളമ്പിക്കൊടുക്കുന്നവരും അത് പ്രസ്താവിക്കുന്നവരുമാക്കി അവരെ തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആശീർവാദമല്ല, അടുത്ത കൂട്ടം. ഓക്കെ, പാസ്റ്റർമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. രണ്ടാമത്, എ ചർച്ച് ഷുഡ് ബി ലെഡ് ബൈ എൽഡേഴ്സ് അല്ലേ? ഒരു സഭയെ ആരാ നയിക്കേണ്ടത്?
പാഷറല്ല ശരിക്കും പറഞ്ഞാൽ നയിക്കേണ്ടത് മൂപ്പന്മാരാണ്. പുതിയ നിയമസഭയുടെ ഒരു രീതി നമ്മൾ കാണുന്നത് മൂപ്പന്മാരുടെ ഒരു കൂട്ടം. അതിലൊരു ഹെഡ് മൂപ്പൻ, മറ്റേ ഹെഡ് അങ്ങൂന്നെന്ന് പണ്ട് പോലീസ് സ്റ്റേഷനിൽ പറയുന്ന പോലെ ഒരു ഹെഡ് മൂപ്പനാണ് ഈ പാസ്റ്റർ എന്ന് പറയുന്ന ആൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മൂപ്പന്മാരുടെ ഒരു കൂട്ടമാണ് ഒരു സഭയെ മുന്നോട്ട് ശുശ്രൂഷയിൽ നയിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആ മൂപ്പന്മാരെ പറ്റി എന്തൊക്കെ പറയുന്നു നമുക്കൊന്ന് വാക്യങ്ങളൊന്ന് വായിക്കാം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകാം മൂപ്പന്മാർക്ക് വേണ്ടി. 1 തിമോത്തിയോസ് 5-ാം അധ്യായം 17-ാം വാക്യം. 1 Timothy chapter 5 verse 17. 1 തിമോത്തിയോസ് 5-ാം അധ്യായം 17-ാം വാക്യം. നന്നായി ഭരിക്കുന്ന നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ. അതിൻ്റെ അർത്ഥം ഒരു സഭയുടെ ഭരണക്രമം എന്ന് പറഞ്ഞാൽ ആരാ ഭരിക്കേണ്ടത്? മൂപ്പന്മാർ. ദൈവം നിയമിച്ചാക്കിയ മൂപ്പന്മാർ സഭകളിലുണ്ട്. അവരാണ് സഭയെ നയിക്കേണ്ടത്, അല്ലേ? ഓരോ ശുശ്രൂഷകളുടെയും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും, അല്ലേ, അത് നടത്തേണ്ടത് ദൈവസഭയിലെ മൂപ്പന്മാരാണ്. അപ്പം നന്നായി ഭരിക്കും. ഇന്ന് ചില സഭകളിലൊക്കെ കയറി അങ്ങ് ഭരിക്കും. അതാ, അങ്ങനെ കയറി അങ്ങ് ഭരിക്കണ്ട, പക്ഷേ യു ഹാവ് ടു ലീഡ്. എപ്പോഴും നല്ല ഓർക്കണം, ബൈബിളിലെ ഈ പ്രത്യേകിച്ച് ദൈവസഭയിലെ ഒരു ഭരണമെന്നല്ല, ലീഡിങ് ബൈ എക്സാമ്പിൾ എന്നാണ്, അല്ലേ? മാതൃക കാട്ടി നയിക്കണം. 1. 2, ഒരു സെർവൻ ലീഡർഷിപ്പ് എന്ന യേശു പോയി കാല് കഴുകി. അതാണ് ഇന്ന് ലോകം കണ്ട ഏറ്റവും ഗ്രേറ്റസ്റ്റ് ലീഡർ ആരാന്ന് ചോദിച്ചാൽ യേശുവാ. കാര്യം എന്താ? തൻ്റെ ശിഷ്യന്മാരുടെ കാല് പോയി കഴുകി. അതാണ് ലീഡർഷിപ്പ് എന്ന് യേശു പഠിപ്പിച്ചു. അപ്പം ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അടുത്തത് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്ന മൂപ്പന്മാർ, അല്ലേ? ഈ ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് എൽഡേഴ്സ് എന്ന് പറയും. അതിവിടെ പുൽപ്പറ്റ് എന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം മാത്രമല്ല എൽഡേഴ്സ് ചെയ്യുന്ന, പ്രിയപ്പെട്ട അവർ ഉപദേശിക്കാൻ സമർത്ഥരായിരിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട്, അല്ലേ, അല്ലെങ്കിൽ ഒരു വിഷയമുണ്ട്, അത് മൂപ്പന്മാർ വേണം പോയി അവരെ വചനത്തിലൂടെ അവരെ എന്ത് ചെയ്ത് ഉപദേശിച്ച് അവരെ ചിലർ തിരുത്തേണ്ടി വരും, ചിലപ്പോൾ ഇച്ചിരി തർജ്ജനം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇച്ചിരി ശാസിക്കേണ്ടി വരും, ഇച്ചിരി ഗുണദോഷിക്കേണ്ടി വരും. എന്തു തന്നെയാണെങ്കിലും സഭയിലെ മൂപ്പന്മാരാണ് അത് പോയി ചെയ്യേണ്ടത്. ഈ ദിവസങ്ങളിലൊക്കെ സഭയിൽ ചില കൊച്ചു വിഷയങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള മൂപ്പന്മാർ വേണം പോയി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് ഏൽപ്പിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, അവിടെ ചാടി ഓടി പണ്ടൊക്കെ എന്തിനും ഈ പറഞ്ഞ പോലെ ഓടിപ്പോകുന്ന ആരാ? ഇവിടെ പണ്ട് ആ കൂടി ഒരു ഫയർ എഞ്ചിനേ ഉള്ളായിരുന്നു. എപ്പം വിളി വന്നാലും മണി അടിച്ചുകൊണ്ട് ഓടുന്ന ആരാ? പാഷർ. അവസാനം ആ ഫയർ എഞ്ചിൻ ഇപ്പം കട്ടപ്പുറത്തായോ എന്ന് സംശയമുണ്ട്. കാരണം ഫയർ എഞ്ചിൻ ഇപ്പം പഴയ പോലെ ഓടാൻ വയ്യ. പക്ഷെ അതിനേക്കാൾ ഇപ്പോൾ നല്ല പുതിയ ഫയർ ഫൈറ്റിംഗ് മെഷീൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ? അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മൂപ്പന്മാർ പോയി വചനത്തിലും ഉപദേശത്തിലും അവരധ്വാനിക്കുന്നവരായിരിക്കണം, അല്ലേ? മൂപ്പന്മാരാരായിരിക്കണം? അധ്വാനിക്കുക എന്നുള്ള വാക്കിനൊരു അർത്ഥമുണ്ട്, ഓർക്കുക. അധ്വാനം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ അതിന് ഇറ്റ് ഇൻവോൾവ്സ് പെയിൻ, അല്ലേ? ഇറ്റ് ഇൻവോൾവ്സ് ടൈം, ഇറ്റ് ഇൻവോൾവ്സ് പ്രിപ്പറേഷൻ, ഇറ്റ് ഇൻവോൾവ്സ് പ്രെയർ. പ്രാർത്ഥനയോടെ പ്രിപ്പയർ ചെയ്ത് സമയമെടുത്ത് ചിലപ്പോഴെങ്കിലും അല്പം അധ്വാനം അതിൻ്റെ പിറയിലുണ്ട്, പ്രിയപ്പെട്ട അങ്ങനെയുള്ള മൂപ്പന്മാർ. അടുത്തത് അവരെ എന്ത്? ഇരട്ടി മാനത്തിന് യോഗ്യരായി. അവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി. ഒരു ചർച്ചിൻ്റെ എൽഡേഴ്സ്, അല്ലേ, അവർക്ക് ശരിക്കും ഡബിൾ ഓണർ, ഇരട്ടി മാനത്തിന് അവർ യോഗ്യരാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ അവിടെ ഒരു അപ്പോസ്തലിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് ആദിമസഭയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പോഴവിടെ ഒരു ചെറിയ പ്രശ്നം, അവിടെ പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം അപ്പോസ്തലന്മാർ കണ്ടു. എന്താണെന്നറിയാം? സഭയെ വിളിച്ചു, വാ എല്ലാവരും വാ, എന്താ അവിടെ പ്രശ്നം? അവിടെ ചെറിയൊരു പിറുപിറുപ്പ്, പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയി നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു 7 പേരെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞങ്ങളവരെ കൈവച്ച് ആ വേലയ്ക്ക് അങ്ങാക്കാം എന്ന് പറഞ്ഞവരെ ആക്കി. പക്ഷേ എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ ഇതിനകത്ത് പിടിച്ചിട്ട് ഞങ്ങളെ ഇതിനകത്ത് ആക്കരുത്, ഈ മെശമേൽ ശുശ്രൂഷയൊക്കെ ഞങ്ങളെ അങ്ങ് വിട്, ഓക്കെ? പകരം എന്ത് ചെയ്യാൻ? ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. മൂപ്പന്മാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന മൂപ്പൻ. 2, വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കുന്ന മൂപ്പന്മാർ. ഇങ്ങനെയുള്ള മൂപ്പന്മാർ സഭയിൽ ധാരാളം എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു, പ്രിയപ്പെട്ടവരെ. Elders who pray, elders who really minister the word of God, അല്ലേ? അങ്ങനെയുള്ള മൂപ്പന്മാർ ഇപ്പം അവരൊരു വീട്ടിൽ വന്നാൽ അവർ വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു, ആൻറ്റിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പം ശ്വാസം മുട്ടുണ്ടോ? ഇല്ല. ഓക്കെ, മോൻ്റെയൊക്കെ വിശേഷമൊക്കെ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ ഇടയ്ക്കെങ്ങാനും? ഇല്ല. അപ്പം പോട്ടെ, പ്രാർത്ഥിച്ചിട്ട് പോകാം, എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം, സ്തോത്രം. ഞാൻ കണ്ടിട്ടുള്ള മാസ്റ്റർമാരെ ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ ഇതുപോലെ വരുമായിരുന്നു. കുറ്റം പറയുകയല്ല, അവർക്ക് ഇത്രേ പറയാനുള്ളൂ, വന്നിട്ട് മിണ്ടാതിരിക്കും.
പിന്നെ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പം പോട്ടെ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം, സ്തോത്രം. അതിനകത്ത് എവിടെയാണ് ഉപദേശം? ആലോചിച്ച് നോക്കിയാൽ എവിടെയാണ് ഉപദേശം? ഇന്നൊരു വീട്ടിൽ ചെന്നാൽ, ആ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ദൈവത്തോട് ചോദിച്ചാൽ ആ വീട്ടുകാരോട് പറയാൻ ചിലപ്പോൾ ഒരു ദൂതി ചിലപ്പം പാസ്റ്ററെ ഏൽപ്പിക്കും, ഈ ചെല്ലുന്ന മൂപ്പന്മാരെ ഏൽപ്പിക്കും. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ആ വീട്ടിലെ അവസ്ഥ മുൻകൂട്ടി അവിടെ ചെല്ലുന്ന ഇടയന്മാരെ ദൈവം ഏൽപ്പിച്ചെന്നിരിക്കും, അല്ലേ? അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, അയ്യോ ദൈവദൂതനെ പോലെ നിങ്ങൾ വന്നു, ഞാൻ സത്യം പറഞ്ഞാൽ നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു, ഞാൻ വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ഇന്ന് ദൈവദാസന്മാർ നിങ്ങൾ കടന്നു വന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. കാര്യം എന്താ? അവർ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അവിടെ പോയി വചനത്തിൽ നിന്നെടുത്ത് ഉപദേശിച്ചു. ഇതൊക്കെയാണ് ഇന്ന് സഭകളിൽ വേണ്ടത് പ്രിയപ്പെട്ടത്. അങ്ങനെയുള്ള മൂപ്പന്മാർക്കായിട്ട് സ്തോത്രം. ഇനി ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് മൂപ്പന്മാരാകാൻ യോഗ്യതയുള്ളവർ ഒത്തിരി പേരുണ്ടെന്നറിയാം. നിങ്ങളിപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങളുടെ മേലൊരു കൈവയ്പ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള മൂപ്പന്മാരായിരിക്കണം, അല്ലേ? നമുക്ക് ഈ ഷോക്കേസിൽ വയ്ക്കാൻ മൂപ്പന്മാരെ ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്ന മൂപ്പന്മാർ. അടുത്തത് തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് ഒന്നുകൂടെ വരാം. 1 തിമോത്തി 3:1-2. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നു എങ്കിൽ, ഈ വാക്കുകളൊക്കെ ഈ ഓവർസിയർ, ബിഷപ്പ്, എൽഡർ, പാസ്റ്റർ, ഇതെല്ലാം ഒരേ വാക്കുകൾ തന്നെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടിരിക്കുന്നതേ ഉള്ളൂ ബൈബിൾ. ഇന്നത് വലിയ പ്രശ്നമാണ്. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കൂടിയ ആൾ, പാസ്റ്റർ അതിൻ്റെ തൊട്ട് താഴെ, പിന്നെ എൽഡർ എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ ഭരിക്കുന്നൊരു കൂട്ടർ. ഇങ്ങനെയൊന്നുമല്ല, ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. ചുമ്മാ വചനം അറിയാത്തതുകൊണ്ടായിക്കിടന്നുണ്ട് എന്തോ ഒരു തർക്കങ്ങളാണെന്നറിയാം ഇതിൻ്റെയൊക്കെ പേരി പിടിച്ചോണ്ട്. എനിക്ക് ഈ തർക്കങ്ങളിടത്ത് പോയി ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും സത്യം പറഞ്ഞാൽ. സത്യം, കാരണം ബൈബിൾ ഈസ് വെരി ക്ലിയർ. ഒന്ന് നേരെ ഈ മനസ്സിരുത്തി വായിച്ച ബൈബിൾ ഈസ് വെരി ക്ലിയർ. ഓക്കെ, അടുത്തത്, ഒരുത്തൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല, നല്ല വേല. പക്ഷേ ഇന്നത്തെ പ്രശ്നം, ഒരുത്തൻ അധ്യക്ഷനാണ് ഈ ഇലക്ഷനിൽ നിന്ന് പാനലുണ്ടാക്കി വോട്ട് പിടിച്ച് പൈസ ഇറക്കി വേണം അധ്യക്ഷ സ്ഥാനത്ത് വരാൻ. അതാണ് ഗതികേട്. പക്ഷെ ബൈബിൾ പറയുന്നു, ഒരുത്തൻ അധ്യക്ഷ സ്ഥാനത്ത് വരാൻ നിനക്കങ്ങ് കാംക്ഷിക്കുന്നെങ്കിൽ നല്ല വേലയാണ് നീ കാംക്ഷിക്കുന്നത്. പക്ഷെ ആ വേലയിലേക്ക് നീ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് വിഷയം. ദൈവം നിന്നെ ആ വേലയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നീ ആ വേലയിൽ വന്നിരിക്കും. പക്ഷെ ഇന്നത്തെ പ്രശ്നം, ദൈവം കൊണ്ടുവരത്തില്ല, പിന്നെ എങ്ങനെയെങ്കിലും ഞാൻ കയറിപ്പറ്റും എന്നും പറഞ്ഞുകൊണ്ടുള്ള വെപ്രാളമാണ്. എന്തുമാത്രം പാനലും വോട്ടുപിടുത്തവും അതിനുവേണ്ടിയുള്ള ഇടയ്ക്ക് പറയുന്ന കേട്ടോ, ഒരു സ്ഥാനത്തിന് എത്രയോ ലക്ഷമാണ് ഓരോരുത്തർ ഇറക്കുന്നത്, അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് വന്നിരിക്കുക. അത് സത്യം പറഞ്ഞാൽ സമുദായ സഭകളിൽ പോലും ഇല്ലാത്ത വണ്ണമുള്ള കാര്യങ്ങളാണ് ഇന്ന് വേർപെട്ട സഭകളിൽ കേൾക്കുന്നത്. ഇവിടെ പറഞ്ഞ അധ്യക്ഷ സ്ഥാനം ഒരുത്തൻ കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല, ഒരു നല്ല വേലയായി അധ്യക്ഷൻ ചെയ്യുന്നത്. ഇന്ന് ചോദിക്കുന്നത്, ഇയാൾ മാത്രമേ ഉള്ളൂ അധ്യക്ഷൻ, ഇയാളങ്ങോട്ട് മാറിയിരിക്കുക, വേറെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. എടാ, അയാൾ ചത്തു പോകുമ്പോൾ അയാളങ്ങ് പോവും. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ കിടപ്പായെങ്കിൽ അയാൾ പിന്നെ ആരും വരത്തില്ല, തീർന്നല്ലോ. പക്ഷേ അധ്യക്ഷനെ വേണ്ട എന്നാണ് ഇന്ന് പലരും പറയുന്നത്. നല്ല വേലയാണ് അധ്യക്ഷനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഓക്കെ, അത് വിശ്വാസയോഗ്യമായ വചനം. അടുത്തത്, എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി. എന്താണ് നിരപവാദ്യൻ? അതായത് എന്താണ് അതിൻ്റെ അർത്ഥം? ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക് എബവ് റിപ്രോച്ച് എന്നാണ് ഇംഗ്ലീഷിലെന്ന് തോന്നുന്നു, അല്ലേ? അതിൻ്റെ വേറെ അയാളെ പറ്റി വേറെ ആരും കുറ്റം പറയത്തക്ക വണ്ണമുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്, അല്ലേ? ഒരു കുറ്റവും പറയാനില്ലാത്തവനായിരിക്കണം. അടുത്തത്, ഏക ഭാര്യയുടെ ഭർത്താവ്, നിർമ്മതൻ, ജിതേന്ദ്രിയൻ, സുശീലനും, അതിഥിപ്രിയനും. ആ വാക്കുകളൊക്കെ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാത്ത വാക്കാതിന് വലിയ പിടിയില്ല. അതിനെ വലിയ കട്ടി കുറഞ്ഞ വല്ല വാക്കുണ്ടെങ്കിൽ ഇംഗ്ലീഷിലിട്ടാലും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് ഒരു കാര്യം എനിക്കിഷ്ടം, എന്തൊക്കെയാ? ബ്ലെയിംലെസ്, ഹസ്ബൻഡ് ഓഫ് വൺ വൈഫ്, വിജിലൻറ്റ്, സോബർ, ഓഫ് ഗുഡ് ബിഹേവിയർ, ഗിവൺ ടു ഹോസ്പിറ്റാലിറ്റി. അതൊന്ന് പറഞ്ഞേക്കാം. ഒരിക്കൽ ഒരു പാസേഴ്സ് മീറ്റിങ്ങിൽ ഒരു ചെറിയ ഗെയിം കളിച്ചു. എന്താണെന്നറിയാം? അടുത്ത 5 മിനിറ്റ് നമ്മളൊരു ഗെയിം കളിക്കാൻ പോയി. പാസ്റ്റർമാർ ഞങ്ങൾ ചാടി ഗെയിം എല്ലാവരും ഫോൺ എടുത്തേ എല്ലാവരും ഫോൺ എടുത്ത്. ശരി, എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോ ടേൺ. ഓക്കെ, പാസ്റ്റർ അരുൾ, ഓക്കെ, ഫോൺ എടുത്തിട്ട് വൈഫ് വീട്ടിലല്ലേ, വിളിച്ചിട്ട് പറയണം, ഞാനിന്നിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കൂടെ 2 പാസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് രാത്രി ഡിന്നർ കൊടുക്കണം, നമ്മുടെ വീട്ടിൽ രാത്രി ഇന്ന് കിടക്കും, രാവിലെ അവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണം എന്ന് പറയണം. എന്നിട്ട് അത് പറയുമ്പം സ്പീക്കർ ഫോണിൽ ഇട്ട് കേൾപ്പിക്കണം. ആദ്യത്തെ പാസ്റ്ററോടുകൂടി ഗെയിം തീർന്നു.
കാര്യം പാസ്റ്റർ അങ്ങോട്ട് വിളിച്ചതും പാസ്റ്ററമ്മ അപ്പുറത്തുനിന്ന് അന്യഭാഷയിൽ പാസ്റ്ററമ്മയുടെ വായിന്ന് വല്ലാത്ത ഭാഷയൊക്കെ വന്നു. അതോടെ മറ്റു പാസ്റ്റർ പറഞ്ഞു, ഇനി വേണോ? വേണ്ട, കളി നിർത്താം, പാസ്റ്റർ ജയിച്ച്, വേറെ ആർക്കും വേണ്ട. അബ്രഹാം ഒരിക്കൽ ഒരു 3 പേര് വഴിയെ പോകുന്ന 3 വിളിച്ചോട്ട് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നിനക്കറിയാമോ? ഞാൻ സമയക്കുറവുണ്ട്, ഞാൻ പറയുക. ഒരു കിടാവിനെ പിടിച്ചു, കളക്കുട്ടിയെ പിടിച്ചു, നേരെ കൊണ്ട് കൊടുത്ത എവിടാ? വേലക്കാരുടെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞേ പെട്ടെന്ന് കറി വയ്ക്ക്. എന്നിട്ട് അടുത്ത ഓടി വീട്ടിൽ ചെന്ന്, എടീ സാറാമേ എന്നാ എത്ര മാവ്? 3 ഇടങ്ങഴി മാവ്. ആലോചിച്ച് നോക്കിയേ, എത്ര ആശീർവാദ ആട്ടയുടെ എത്ര പാക്കറ്റാ? എടുത്തിട്ട് എന്ത് ചെയ്തു? കുഴച്ച് ചുട്ട് അപ്പം ചുടാൻ പറഞ്ഞു, അല്ലേ? അപ്പം നോക്കിയേ, ഈ കാളക്കുട്ടിയെ കൊണ്ട് സാറയുടെ കയ്യിൽ കൊടുത്തില്ല, കാളക്കുട്ടിയെ വേലക്കാരെ ഏൽപ്പിച്ചു. പക്ഷേ അപ്പം ഉണ്ടാക്കുന്ന കാര്യം സാറയുടെ കീഴിൽ വേലക്കാരൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? എന്തായാലും കൊള്ളാം, ഉത്തരവാദിത്വം ആ പുള്ളിക്കാരത്തി ഏറ്റെടുത്തു. എന്തായാലും അവരെ കൊണ്ട് ഇരുന്നാട്ട് ഒന്ന് വിശ്രമിച്ചാട്ട്. ഓക്കെ. അപ്പോഴത്തേക്ക് 3 പേരും ഫോണും നോക്കിയിരിക്കുക എന്നായിരുന്നെങ്കിൽ, അല്ലേ? ദൂതന്മാർ വീട്ടിൽ വന്നാലും അവരും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അവസാനം നല്ല അപ്പവും ചിക്കൻ കറിയും ആകുമ്പോഴത്തേക്കും ചെന്നിട്ട് അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും കഴിക്കാം. അപ്പോഴാണ് ഒരു ഫോൺ വെച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കാൻ വരുന്നത്. എന്തായാലും കൊള്ളാം, ഹോസ്പിറ്റാലിറ്റി ഇത് പ്രത്യേകിച്ച് നോർത്തണം. ദൈവസഭയിൽ ശുശ്രൂഷയിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ അതിഥി സൽക്കാരം ഞാനൊരു സിമ്പിൾ ചോദ്യം, നിങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വീട്ടിൽ താമസിക്കുന്നവരല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഒടുവിൽ ഒരു ഗസ്റ്റ് വന്ന് താമസിച്ചിട്ട് പോയതെന്നാ പറഞ്ഞേ? നിങ്ങളുടെ മാമനും അച്ചാനും വന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പണ്ട് തിരുവനന്തപുരത്തുള്ള ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകാൻ ഒരു വണ്ടി പിടിച്ചിങ്ങ് വരും. എന്തോ ആരേലും ഒരാൾ അന്ന് ഒരാൾ അമേരിക്കയിൽ നിന്ന് വരിക ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മ, ടാക്സി മാത്രം ടെമ്പോയൊക്കെ പിടിച്ച് വന്ന കാലം ഓർക്കുന്നുണ്ട്. എല്ലാവരും കൂടി വീട്ടിൽ വന്നിട്ട് ഞാൻ കയറും. പിന്നെ അവർക്കെല്ലാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊടുക്കും. പിന്നെ എല്ലാം കൂടെ എയർപോർട്ടിലോട്ടൊരു പോക്കുണ്ട്. അവിടെ ചെന്ന് പ്ലെയിൻ കയറി പ്ലെയിൻ അങ്ങ് പറന്ന് ഓൾ സയൻസിൻ്റെ അപ്പുറത്തോട്ട് പോയി എന്നിട്ടും കൈ കാണിച്ചുകൊണ്ടിരിക്കുക. ആരെയാണോ എന്തോയി കൈ കാണിക്കുന്നത്, അല്ലേ? ഇതൊക്കെ സ്ഥിര കലാപരിപാടിയായിരുന്നു ഒരു കാലത്ത്, സത്യം പറഞ്ഞ്. ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ പോകാൻ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് കഴിച്ചിട്ട് അല്ലെ കിടന്നുറങ്ങിയിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞേ, ഇല്ല. നിങ്ങളുടെ വീട് വെച്ചപ്പോൾ നിങ്ങൾ ഒരു ആർക്കിടെക്റ്റിനോട് എനിക്കൊരു ഗസ്റ്റ് റൂം വേണേ, പിന്നെ ഒരു പ്രെയർ റൂം വേണം. ആ ഗസ്റ്റ് റൂമിൽ പല്ലി, പാറ്റ, ഞങ്ങളുടെ ഫ്ലാറ്റിൽ കൂടെ ഇപ്പം മരപ്പട്ടി വരെ ഓടുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് 2 കുരങ്ങന്മാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് ഞങ്ങളുടെ ബാൽക്കണി കൂടെ കയറി അടുത്ത ആ പുളി കയറി ആ പുളിയെല്ലാം പറിച്ച് തിന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കുരങ്ങ് തിരുവനന്തപുരം പട്ടണത്തിൽ കേശവാസരത്ത് 2 കുരങ്ങ് എവിടെ നിന്ന് ചാടി വന്നതാണോ എന്തോ. അതും കൃത്യം ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ. പിന്നെ കുരങ്ങ് എങ്ങോട്ട് വരുമല്ലേ? ഇതൊക്കെ തമാശയായിട്ട് പറയുക. ഇന്ന് നമ്മുടെ ഗസ്റ്റ് റൂമിൽ വെൻ വാസ് ദ ലാസ്റ്റ് ടൈം എ ഗസ്റ്റ് കെയിം ആൻഡ് സ്റ്റേഡ്? When was the last time in your prayer room there was some prayer going on? അന്ന് വീട് പണിഞ്ഞപ്പം നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന ഒരു പ്രെയർ റൂമും ഒരു ഗസ്റ്റ് റൂമും. മുകളിലത്തെ നിലയിലെ ഗസ്റ്റ് റൂമിലൂടെ നിങ്ങൾ കയറിപ്പോയിട്ട് എത്ര ആളായി? അത് മുട്ട് വയ്യ, ശരിയാ. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ പറയുക പ്രിയപ്പെട്ടവരെ. സോ ഹോസ്പിറ്റാലിറ്റി, ഗിവൺ ടു ഹോസ്പിറ്റാലിറ്റി. മൂപ്പന്മാരുടെ എന്തായാലും ദൈവകൃപയിൽ ഇവിടെയുള്ളൊരു മൂപ്പന് ഒരു ഹോം സ്റ്റേ ഉള്ളതുകൊണ്ട് നന്നായി. ഒരുപാട് പേർക്ക് ഹോസ്പിറ്റാലിറ്റി കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഹോം സ്റ്റേ വഴി ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴെങ്കിലും ചിലരെ ഇങ്ങനെ താമസിപ്പിക്കേണ്ടി വരും, അദ്ദേഹത്തെ വിളിച്ചു പറയും. അദ്ദേഹം സന്തോഷത്തോടെ ആ കാര്യം അത് നിർവഹിക്കാറുണ്ട്. അതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്തത് ഏബിൾ ടു ടീച്ച്, ഉപദേശിപ്പാൻ സമർത്ഥരുമായിരിക്കണം. അടുത്തത് മദ്യപ്രിയനും തല്ലുകാരനും അരുത്. അതിനകത്ത് പിന്നെ ഈ വെള്ളം അടിക്കുന്ന അന്ന് മദ്യം ഒരു ചെറിയൊരു വിഷയമായിരുന്നു, അല്ലേ? ഒരു തരത്തിലുള്ള അഡിക്ഷനും പാടില്ല. തീത്തോസിലേക്ക് ഞാൻ വാക്ക് നിർത്താൻ പോകുക, സമയമായി. തീത്തോസ് 1:7 കൂടെ ഒന്ന് വായിച്ചേ. ടൈറ്റസ് 1:7. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകയാൽ അനിന്യനായിരിക്കണം, ബ്ലെയിംലെസ് ആയിരിക്കണം. ഒരു മൂപ്പനെ സംബന്ധിച്ചോളം, ഒരു അധ്യക്ഷനെ സംബന്ധിച്ചോളം, ഒരു പാസ്റ്ററിനെ സംബന്ധിച്ചോളം അനിന്യൻ, ബ്ലെയിംലെസ് ആയിരിക്കണം. അടുത്തത് തന്നിഷ്ടക്കാരനും കോപിയും. തന്നിഷ്ടക്കാരൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി, വേറെ ആരുടെ ഇഷ്ടം നോക്കത്തില്ലേ? തന്നിഷ്ടം. അടുത്തത്
കോപിയും. കോപി എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്ത് പറഞ്ഞാലും കോപിക്കുന്നവൻ. അടുത്തത് മദ്യപ്രിയനും നോട്ട് അഡിക്റ്റഡ് ടു എനിത്തിങ്. അടുത്തത് തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അരുത്. അങ്ങനെയാണെങ്കിൽ ഈ വായിച്ച ഈ മൂപ്പന്മാരുടെ ക്വാളിറ്റി പറഞ്ഞെടുത്ത് വായിച്ച വാക്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം? Now we are going to pray for the elders. What? Lord, we lift our elders to you. Help us respect and honor them as they direct the affairs of the church. സഭയിലെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന മൂപ്പന്മാരെ അവരെ ആദരിക്കുവാനും ബഹുമാനത്തോടെ കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ. നല്ലോണം ഓർക്കണം, സഭയിലെ മൂപ്പന്മാരെ ദൈവമാക്കുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന ആ ശുശ്രൂഷ ഏറ്റവും നല്ലൊരു ശുശ്രൂഷയാണെന്ന് കണ്ട് അതുകൊണ്ട് വളരെ അവരെ ബഹുമാനത്തോടെ നമ്മൾ കാണണം. മേ ദേ ഹോൾ ഹാർട്ടഡ്ലി ഗിവ് ദർ അറ്റൻഷൻ ടു പ്രെയർ ആൻഡ് ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്. അവർ മറ്റെന്തിനെക്കാട്ടിലും പ്രാർത്ഥനയിലുറ്റിരിക്കുന്നവരും ദൈവവചന ശുശ്രൂഷയിലുറ്റിരിക്കുന്നവരും ആയിത്തീരണമേ. അതായിരിക്കണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അടുത്തത്, കീപ് ദം എബവ് റിപ്രോച്ച്. അവരെക്കുറിച്ച് ഒരു കുറ്റവും ഒരു അപവാദവും ശത്രു പറയുവാൻ അനുവദിക്കരുതേ. ഒരു മനുഷ്യൻ അവരെക്കുറിച്ച് ഒരു കുറ്റവും പറയാനിടയാവരുതേ. ലെറ്റ് ദം ബി ഡിവോട്ടഡ് ടു ദെയർ ഫാമിലീസ്. അവരവരുടെ കുടുംബം നോക്കുന്നവരായിരിക്കട്ടെ കർത്താവേ. ലെറ്റ് ദം ബി ടെമ്പറേറ്റ്, ലെറ്റ് ദം ബി സെൽഫ് കൺട്രോൾ, ലെറ്റ് ദം ബി റെസ്പെക്റ്റബിൾ, ലെറ്റ് ദം ബി ഹോസ്പിറ്റബിൾ ആൻഡ് ഓൾസോ ലെറ്റ് ദം ബി ഏബിൾ ടു ടീച്ച്. മേ ദേ ബി gentle and honest as they deal with people. അവർ മനുഷ്യരോട് ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് മനുഷ്യരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്നവരാണ്. അവർ സ്റ്റേജിൽ മാത്രമല്ല അവരെ കാണുന്നത്, മനുഷ്യരോടുള്ള ബന്ധങ്ങളിലും അവരെ കാണും. അപ്പോൾ വളരെ ജെൻറ്റിലായിരിക്കട്ടെ കർത്താവേ, നിർമ്മതരായിരിക്കട്ടെ കർത്താവേ, അല്ലേ? അങ്ങനെയുള്ള മൂപ്പന്മാരെ കർത്താവേ, അങ്ങനെയുള്ള മൂപ്പന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മൂപ്പന്മാരെ എല്ലാം അങ്ങനെയുള്ളവരാക്കി തീർക്കണമേ. ഇനിയും നീ അങ്ങനെയുള്ള ഒരുപാട് മൂപ്പന്മാരെ തരണമേ കർത്താവേ. കാര്യം സഭ വലുതാവുന്നു, ഒരുപാട് ശുശ്രൂഷകൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ ശുശ്രൂഷകളെല്ലാം നിറപടിയായി നിർവഹിക്കുവാൻ അങ്ങനെയുള്ള ഈ വചനപ്രകാരമുള്ള മൂപ്പന്മാരെ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെയുള്ള മൂപ്പന്മാരാക്കി ഞങ്ങളുടെ മൂപ്പന്മാരെ തീർക്കണമേ. ഞങ്ങളുടെ സഭയെ നയിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന വചനപ്രകാരമുള്ള ക്വാളിറ്റീസ് അവിടെ നിന്ന് കൊടുക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും കണ്ണടച്ചാട്ടെ. എന്താ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന? കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും കർത്താവെ ഞങ്ങളുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരെ ബഹുമാനിക്കുവാനും അവരെ ആദരിക്കുവാനും അവർ സഭയെ ഭരിക്കുന്നത് കർത്താവെ അങ്ങ് കൊടുത്ത ഉത്തരവാദിത്വമാണല്ലപ്പാ. അവർ കർത്താവെ അവരുടെ ശ്രദ്ധയും കർത്താവരുടെ സമയവും പ്രാർത്ഥനയ്ക്കും വചനത്തിൽ ശുശ്രൂഷിക്കും ഒരു കർത്താവെ അവർ അധികമായി ചെലവഴിക്കട്ട് കർത്താവെ. അവർ കർത്താവെ അപവാദത്തിന് മുകളിൽ അവരെ നിർത്തണമേ. അവരുടെ കുടുംബങ്ങളെ അവർ ശരിയായി പരിപാലിക്കട്ട് കർത്താവെ. അവർ വളരെ ടെമ്പറേറ്റായിട്ട് കർത്താവെ, വളരെ സെൽഫ് കൺട്രോൾഡായിട്ട്, വളരെ റെസ്പെക്റ്റബിളായിട്ട്, അതേസമയത്ത് അതിഥി സൽക്കാരം പാലിക്കുന്നവരും അതേസമയം ദൈവവചനം പഠിപ്പിക്കുവാൻ സമർത്ഥരുമാക്കണമേ. Let them be gentle and honest as they deal with people. മനുഷ്യരോടാണ് അവർ ഇടപെടുന്ന കർത്താവേ. കുടുംബങ്ങളോട് ഇടപെടുമ്പോൾ അത് പ്രായമുള്ളവരാവട്ടെ, പുരുഷന്മാരാകട്ടെ, സ്ത്രീകളാവട്ടെ, ചെറുപ്പക്കാരാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, പുതിയ ആൾക്കാരാകട്ടെ, പഴയ ആൾക്കാരാകട്ടെ, ആര് തന്നെയാണെങ്കിലും അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെ ജെൻറ്റിലായിട്ട് ഓണസ്റ്റായിട്ടും ഡീൽ ചെയ്യാനുള്ള കൃപ അവർക്ക് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. 2 ലിസ്റ്റിൽ 2 കൂട്ടരേ ആയുള്ളൂ. കർത്താവ് അനുവദിച്ചാൽ ബാക്കി ലിസ്റ്റ് നമുക്ക് പിന്നെ നോക്കാം. ഇനി ആരൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ ഒരു ചെറിയ ശേഷം ഭാഗം സ്ക്രീനിൽ എന്ന് പറഞ്ഞ പോലെ അടുത്ത ആഴ്ചത്തെ ഒന്ന് പറഞ്ഞേക്കാം, എങ്കിലും നിങ്ങൾ അടുത്ത ആഴ്ച വരത്തുള്ളൂ. ഓക്കെ. 3ാമത് ഡീക്കൻസ്. ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ പറഞ്ഞാൽ ട്രസ്റ്റീസ് എന്ന് പറയും, അല്ലേ? അതായത് മൂപ്പന്മാരെ സഹായിക്കുന്ന വേലക്കാരാണ് ട്രസ്റ്റീസ് അല്ലെങ്കിൽ ഡീക്കൻസ് എന്ന് പറഞ്ഞത്. അടുത്തത് സഭയിലുള്ള എല്ലാ മുതിർന്ന അഡൾട്ട്സ്. അടുത്തത് സഭയിലുള്ള ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും. അടുത്തത് സഭയിലുള്ള സീനിയർ സെയിൻസ്, പ്രായമായവർ. അടുത്തത് ലോസ്റ്റ് എമംഗ് അസ്, നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോഴും വിശ്വാസത്തിൽ വരാതെ കുടുംബങ്ങളിലുള്ളവർക്ക് വേണ്ടി. അടുത്തത് ആരാധനകൾ ലീഡ് ചെയ്യുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ദൈവവചനം വന്ന് പ്രസംഗിക്കുന്നവർ, അവർ ഗസ്റ്റ് സ്പീക്കേഴ്സ് ആവാം, ഹൂവർ ഇറ്റ് ഈസ്. പിന്നെ വിമൻസ് മീറ്റിങ്സ് നടത്തുന്നവർ, അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവർ, മെൻസ് ഫെലോഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവർ, യൂത്തിനിടയിൽ ശുശ്രൂഷിക്കുന്നവർ, ബിഹൈൻഡ് ദ സീൻ വർക്കേഴ്സ്. പുറകിൽ ഇപ്പം നമ്മുടെ ചോറ് നിങ്ങളിപ്പോൾ അറിയാം, ഇവിടെ ഇരിക്കുന്നു കുറച്ച് സഹോദരന്മാർ ഓടിപ്പോയി ചോറെടുത്ത് മേളിൽ കൊണ്ട് അവർ വിളമ്പി റെഡിയായിട്ട് അവിടെ നിൽക്കുക. നിങ്ങളിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പം നേരെ വിളമ്പി തരാൻ റെഡിയാകും. അത് ബിഹൈൻഡ് ദ സീൻ വർക്കേഴ്സാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? കുട്ടികളുടെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഓരോ കൂട്ടർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥനകളുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളാണ്, അല്ലാതെ ഇത് കൈനിട്ട പ്രാർത്ഥനയൊന്നുമില്ല. വി വർ പ്രേയിങ് അക്കോർഡിംഗ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. കർത്താവിനെ വെച്ചാൽ
അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബാക്കി ആൾക്കാരെ നോക്കാം. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.